പാകിസ്ഥാൻ വാദം ഇന്ത്യയിൽ കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടി. മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് പാകിസ്ഥാൻ അനുകൂല വാദമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ബ്രിട്ടീഷുകാരതിന് പിന്തുണ ലഭിച്ചെന്നും പാലോളി മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സുവനീറിലാണ് പാലോളിയുടെ ലേഖനം. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, പാകിസ്ഥാൻ വാദം ഇന്ത്യയിൽ കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നാണ് CPM നേതാവ്, CPMന്റെ മുതിർന്ന നേതാവ്, ഒപ്പം മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടി വിമർശിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സുവനീറിലെ പരാമർശങ്ങൾ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ വാദം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്നാണ് മുതിർന്ന CPM നേതാവും അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. CPM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവർ പുറത്തിറക്കിയ സുവനീറിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉള്ളത്. സൗമ്യം ദീപ്തം പാലോളി ജീവിതം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കുറിപ്പിലാണ് 23-ാം പേജിൽ, ആ സുവനീറിലെ 23-ാം പേജിലുള്ള കുറിപ്പിലാണ്, അല്ലെങ്കിൽ ആ ഒരു അഭിമുഖത്തിലാണ് പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ അപ്രമാദിത്വം ഉണ്ടാവാൻ കാരണം എന്നതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പാലോളി മുഹമ്മദ് കുട്ടി അതിൻ്റെ ചരിത്ര വസ്തുതകൾ നിരത്തി കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആണ് ഇത്തരത്തിൽ ഒരു പാകിസ്ഥാൻ വാദത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിൽ കൂടുതൽ അപ്രമാദിത്വവും അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനവും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ഈ ഒരു പാകിസ്ഥാൻ വാദമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. പൊതുവേദികളിൽ അടക്കം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ വാദവുമായി മുന്നോട്ട് പോയിരുന്നത്. സീതി സാഹിബും അതോടൊപ്പം തന്നെ സത്താർ സേട്ട് അടക്കമുള്ള അവരുടെ അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പൊതുവേദികളിൽ ഇക്കാര്യം തന്നെയായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത്. മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചും ഇക്കാര്യം സ്വീകാര്യം തന്നെയായിരുന്നു. കാരണം ഭിന്നിപ്പിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഈ വാദത്തെ അവർ അംഗീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു പിന്തുണയും മുസ്ലിം ലീഗിന് കിട്ടിയിരുന്നു. അക്കാലത്ത് നിരവധി വേദികളിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതായത് ശിവദാസ്, ഇവിടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ അനുകൂല വാദമായിരുന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിന് ബ്രിട്ടീഷുകാരിൽ നിന്നും കൂടുതൽ പിന്തുണ ലഭിച്ചെന്നും പറയുമ്പോൾ മുസ്ലിം ലീഗ് വിഘടനവാദത്തെ അനുകൂലിക്കുന്ന സംഘടനയാണ് എന്ന് ആവർത്തിക്കുക തന്നെയാണ് പാലോളി ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം അതിൽ കൃത്യമായി തന്നെ പാലോളി അക്കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നത് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ തലമുതിർന്ന ഒരു നേതാവാണ്. 94 വയസ്സായി. ഏകദേശം 80 വർഷത്തോളം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നത്. കൃത്യമായി മുസ്ലിം ലീഗ് ഒരു വിഘടനവാദം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ആശയവും ആദർശവും എല്ലാം തന്നെ ഇതിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് എന്ന് പാലോളി മുഹമ്മദ് കുട്ടി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതമാണ് പാലോളി മുഹമ്മദ് കുട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്, സുവനീറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസംഗം വരെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുക്കൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നു, മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു, ചാണകം ഹിന്ദുക്കൾക്ക് പുണ്യമാണ്, മുസ്ലിങ്ങൾക്ക് നജസാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൈരുദ്ധ്യമുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ ഭരണത്തിൽ എത്തിയാൽ അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണം എന്ന് അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മലബാറിൽ മാത്രമല്ല മലബാറിന് പുറത്തും അത്തരത്തിൽ പൊതുവേദികളിൽ അടക്കം അവർ ഇക്കാര്യങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതുതന്നെയായിരുന്നു അക്കാലത്തെ അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നും പാലോളി മുഹമ്മദ് കുട്ടി കൃത്യമായി തന്നെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. KP ശിവദാസ്, ഇവിടെ ഈ പാലോളിയുടെ ഈ വാക്കുകൾ, ഈ സുവനീറിലെ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം മലബാർ മേഖലയിൽ ഈ മുസ്ലിം രാഷ്ട്രീയത്തിന്, മുസ്ലിം മേധാവിത്വത്തിന് ഒരു ബദൽ, പ്രത്യേകിച്ച് അവർ നമുക്ക് അറിയുന്നത് പോലെ തന്നെ PV അൻവറിൻ്റെ വിഷയമായി കഴിഞ്ഞാലും അങ്ങനെ ഇവിടെയൊക്കെയാണോ മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ളത്? ആ മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്ന, ഇടത് പ്രത്യയശാസ്ത്രത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന മുസ്ലിം ലീഗ് അനുഭാവികളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ അടവ് നയം പ്രയോഗിക്കുന്നുണ്ട്.
അത് പലയിടങ്ങളിലും വിജയം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് തിരിച്ചടിയുമായിട്ടുണ്ട്. പി വി അൻവറിൻ്റെ വിഷയങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. ഇത് CPM കൃത്യമായി മുന്നോട്ട് വെക്കുമ്പോൾ അതോടൊപ്പം കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് പാലോലിയുടെ ഈ വാദഗതികളല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കൃത്യമായി അവർക്ക് മത അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ പ്രധാനപ്പെട്ട അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഒരു മതേതരവാദികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള ശിവരാജ് ലേഖത്തെ ഇപ്പോൾ BJP നേതാവ് ശ്രീ യുവരാജ് ഗോകുൽ നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ യുവരാജ്, പാകിസ്ഥാൻ വാദം ഇന്ത്യയിൽ കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നാണ് പാലോളി. CPMന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം, മുൻ മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അദ്ദേഹം സുവനീറിലാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയത് മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ച ഈ പാകിസ്ഥാൻ അനുകൂല വാദം, അതിനെ ബ്രിട്ടീഷുകാരതിന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നാണ്. എങ്ങനെയാണ് ഈ വാക്കുകളെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് ഇതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. CPMന് ഇത് പെട്ടെന്നല്ലല്ലോ ബോധോദയം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവരിത് പറയുന്നതിന്റെ പിറകിൽ കുറെ പൊളിറ്റിക്കലായിട്ടുള്ള കാരണമുണ്ട്. അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തിനെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവും. ഒന്ന്, K മുരളീധരനും CP ജോണും നമ്മൾ ജനൻ TV-യിൽ തന്നെ ചർച്ചയ്ക്കിരുന്ന വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ടും SDPIക്ക് അനുകൂലമായിട്ടും ഒക്കെ അവരുടെ വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് അവർ നടത്തിയിരിക്കുന്ന പരസ്യ പ്രസ്താവനകൾ വളരെ ഓപ്പണായിട്ട് തന്നെ ഒരു മുസ്ലിം അപ്പീസ്മെന്റിലേക്ക് UDF-ഉം കോൺഗ്രസും പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറുവശത്ത് ഇത്രയും നാളും അതേ പണി ചെയ്തു വന്നിരുന്ന ആൾക്കാരായിരുന്നു LDF-ഉം CPM-ഉം. LDF-നും CPM-നും വളരെ കാര്യമായിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും മുസ്ലിം വോട്ട് ഇപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് പ്രീണനം കാരണം അവർക്ക് നിലവിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും CPM-ന് അറിയാം. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക, അവരുടെ കോർ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായിട്ട് ഇവർ ഇത്തരം പ്രസ്താവനകൾ, ഇപ്പൊ P ജയരാജന്റെ പ്രസ്താവനയിൽ തുടങ്ങി ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിയിൽ വന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനോടൊപ്പം ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം കൂടി മറുവശത്ത് നടക്കുന്നുണ്ട്. അത് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാതീയമായി ഹിന്ദുക്കളെ വിഭജിക്കുവാനുള്ള പ്രസ്താവനകൾ കൂടിയാണ്. അപ്പോൾ ഒരു വശത്ത് മുസ്ലിം വിരുദ്ധമെന്ന് തോന്നിപ്പിക്കാവുന്ന പ്രസ്താവനകൾ ഒരു വശത്ത്, മറുവശത്ത് ഹിന്ദുക്കളെ ജാതീയമായി ഭിന്നിപ്പിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന വോട്ട് ബാങ്ക് എന്താണോ അതിനെ വീണ്ടും അവരുടെ ഉള്ളിലേക്ക് ഒരു അപകർഷതാബോധം കുത്തി നിറച്ച് നിങ്ങൾ ഹിന്ദു അല്ല, സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ല, ഹിന്ദു മതത്തിന്റെ ഭാഗമല്ല എന്ന് അവരെ ബോധിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഇതൊരു ഹീനമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇടതുപക്ഷവും CPM-ഉം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ ഓരോ സമയത്ത് ഓരോ കാർഡുകൾ മാറ്റി മാറ്റി ഇറക്കുന്നതാണ്. നമ്മൾ ഈ കാർഡുകളിൽ ചെന്ന് കുത്തിയിട്ട് കാര്യമില്ല. പകരം അവരെന്താണ് രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പാലോളി മുഹമ്മദ് കുട്ടി വന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് മനസ്സിലാകേണ്ടത്. മലപ്പുറം ജില്ലയിൽ 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം ഉയർന്ന മലപ്പുറത്ത് പാകിസ്ഥാൻ അനുകൂലമായിരുന്നു അവരുടെ നിലപാട് എന്നുള്ള കാര്യം നമുക്ക് പാലോളി മുഹമ്മദ് കുട്ടി പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ചരിത്രത്തിൽ അത് അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ ചരിത്രത്തിനെ അംഗീകരിക്കാതിരിക്കുവാനും പകരം ഇസ്ലാമിക പ്രീണനത്തിലേക്ക് പോകുവാനും വേണ്ടി മാത്രമാണ് എല്ലാ കാലഘട്ടങ്ങളിലും CPM ശ്രമിച്ചിരുന്നത്. കയ്യിലിരുന്നത് പോയി എന്ന് കണ്ടപ്പോ, ഉത്തരത്തിലിരുന്ന് എടുക്കാൻ പോയപ്പോ കക്ഷത്തിരുന്നത് പോയി എന്ന് കണ്ടപ്പോ തിരിച്ച് എന്തെങ്കിലും ഒന്ന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരം പ്രസ്താവന. വളരെയധികം നന്ദി ശ്രീ യുവരാജ് ഗോകുൽ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഈ വാക്കുകൾക്ക് പിന്നിലുണ്ട്. പാലോളിയുടെ പരാമർശം അത്തരത്തിൽ തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. ശിവദാസ് കന്മനമാണ് മലപ്പുറത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.